വിഷ്ണു ഒന്ന് അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് സത്യഭാമ. വരുന്നത് എന്റെ മകനാണ് വിഷ്ണു. ആൾക്കാര് വട്ടപ്പേരിട്ട് വിളിക്കുന്ന ബ്ലേഡ് സത്യഭാമയുടെ മകൻ. മൂർച്ച കൂടും എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വരികയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ഹോട്ടലാണ്. അവിടെ അളക്കുന്ന ഉദ്യോഗസ്ഥരെ കണ്ട് ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ശ്യാമ. ചേച്ചി, നമ്മുടെ കടയും പരിസരവും ഒക്കെ ആരൊക്കെ ചേർന്ന് അളക്കുവാണ്? അളക്കുന്നു എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ, ഈ ചങ്ങലയൊക്കെ പിടിച്ച് വീടിന്റെയും റോഡിന്റെയും അതിരൊക്കെ അളക്കില്ലേ, അത് തന്നെ. കൊണ്ടിരുന്ന പാത്രമൊക്കെ താഴെ ഇട്ടിട്ട് അവിടേക്ക് പോവുകയാണ് ശാലിനി. കൂടെ ശാരികയും പോകുന്നു. അവരോട് ചെന്ന് ശാലിനി ചോദിക്കുകയാണ്, എന്താ ഇവിടെ, എന്തായി ചെയ്യുന്നത്? നേരം അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് അതൊക്കെ ചോദിക്കാൻ? ഞങ്ങൾ ആരാണെന്ന് രണ്ടാമത് പറയാം. ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ. ഒരു ശാരദാമ്മയല്ലേ ഹോട്ടൽ നടത്തുന്നത്? അതെ, ഞങ്ങൾ ശാരദാമ്മയുടെ മക്കളാണ്. ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശി പരാതി തന്നിരിക്കുകയാണ്. ശാരദാമ്മ അയാളുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞിട്ട്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുകയാണ് ആ ഉദ്യോഗസ്ഥൻ. അത് കേട്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാലിനി. അതിനുശേഷം ശാലിനി രാജേശ്വരിയുടെ അനിയനെ നോക്കുമ്പോൾ കാണാത്ത പോലെ നിൽക്കുകയാണ് അനിയൻ. ശാലിനി പറയുകയാണ്, എനിക്കെല്ലാം മനസ്സിലായി, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കയ്യിൽ പിടിക്കുകയാണ് ശാരിക. വിടെന്ന് പറഞ്ഞ കൈ തട്ടി മാറ്റിയിട്ട് വീണ്ടും പോവുകയാണ് ശാലിനി. ശാലിനി തന്നെ രൂക്ഷമായി നോക്കുന്നത് കണ്ട് കാറിനകത്തേക്ക് കയറിയിരിക്കുകയാണ് രാജേശ്വരിയുടെ അനിയൻ. അന്നേരം അവിടേക്ക് വിഷ്ണുവിന്റെ വണ്ടി വന്ന് നിൽക്കുകയാണ്. ആ ഹെൽമറ്റും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാണ് വിഷ്ണു. വിഷ്ണു ഹെൽമറ്റിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം അതിൽ കൂടി ശാലിനി കടന്നു പോകുന്നുണ്ട്. പക്ഷെ വിഷ്ണുവും ശാലിനിയും പരസ്പരം കാണുന്നില്ല. ശാലിനി പോയ ശേഷം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് രാജേശ്വരിയുടെ അനിയൻ. അകത്തേക്ക് പോയ ശ്യാമയും ശാരികയും ശാരദാമ്മയും കൂട്ടി തിരികെ വരികയാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, സാറേ, എന്താ സാർ പ്രശ്നം? അത് വേറൊന്നുമില്ല, നിങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു തരണം. ഹെൽമെറ്റും തടവിയിരിക്കുന്ന വിഷ്ണുവിനോട് ദാസൻ ചോദിക്കുകയാണ്, ആശാനെ, സ്ഥലമെത്തി, ഇവിടെ ഞങ്ങൾ അങ്ങ് പൊളിച്ചെടുക്കട്ടെ? വെറും പൊളിക്കലല്ലടാ, പൊളിച്ചടുക്കിയേക്ക്. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടേക്ക് സന്തോഷത്തോടുകൂടി ഗോപാലകൃഷ്ണൻ കാറിൽ എത്തുകയാണ്. രാജേശ്വരി എന്ന് വിളിച്ചുകൊണ്ട് ഗുട്ടെക്സ് ഇട്ടുകൊണ്ടിരുന്ന രാജേശ്വരിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. എന്താ മനുഷ്യത്, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് പിടിച്ചില്ല, പക്ഷെ നിനക്ക് പിടിക്കും. സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. അങ്ങനെ ശാരദയും 3 പെൺമക്കളും ഇന്നു മുതൽ പെരുവഴിയിലായി. ഇത് കേട്ട് ആണോ സത്യം എന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, സത്യം. അവരുടെ വീട്ടിലെ ചട്ടിയും കലവുമെല്ലാം ഇപ്പോൾ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 4ന്റെയും കയ്യിൽ വെച്ച് കൊടുക്കാനുള്ളത് ഒറ്റ ചട്ടിയാണ്. ചട്ടി എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. രാജേശ്വരി പറയുകയാണ്, അപ്പോൾ അത് നടന്നു, സന്തോഷമായി. ഉദ്യോഗസ്ഥരും ശാരദാമ്മയും ഒക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് ദാസൻ വന്ന് വിഷ്ണുവിനോട് പറയുകയാണ്, ആശാനെ, അന്ന് വീട്ടിൽ വന്ന ചില ഞരമ്പുകൾ ഇവിടെ കിടന്ന് ചിതറുന്നുണ്ട്. അവരോടൊക്കെ പോകാൻ പറയടാ, ഇനി പണി മൊത്തം നമ്മുടേതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഹെൽമറ്റ് തടവിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണു. ആശാനെ, ഇത് നമ്മളങ്ങ് കയറി മേയാൻ പോവുകയാണ്. അമ്മ പറഞ്ഞതല്ലേ ഇക്ക, പിന്നെ അതിനപ്പുറം ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ പോയിട്ട് ധൈര്യമായിട്ടങ്ങ് പൊളിച്ചെടുക്ക്. ശാരദാമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്ന രാജേശ്വരിയുടെ അനിയനെ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് വിളിക്കുകയാണ് ദാസൻ. വിഷ്ണു ആശാൻ വന്നിട്ടുണ്ട്, ഇനി ഞങ്ങൾ നോക്കിക്കോളാം, സ്ഥലം വിട്ടോ എന്ന് പറയുകയാണ്. ഓക്കെ എന്നും പറഞ്ഞ് രാജേശ്വരിയുടെ അനിയൻ അവരോട് സംസാരിക്കാൻ പോവുകയാണ്. ഉദ്യോഗസ്ഥരോട് ചെന്ന് രാജേശ്വരിയുടെ അനിയൻ പറയണം, അതെ, വിഷ്ണു വന്നിട്ടുണ്ട്, നമുക്കങ്ങ് പോകാം. വിഷ്ണുവിന്റെ കൂട്ടാളികൾ അകത്തേക്ക് കയറി സാധനങ്ങളൊക്കെ പറക്കി പുറത്തേക്ക് എറിയുകയാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, അയ്യോ, എന്തായി ചെയ്യുന്നത്? ശാരദാമ്മ പറയുകയാണ്, നിർത്ത്, എന്ത് അക്രമമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്? ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്തിനു വേണ്ടിയാന്നൊക്കെ ദേശത്തോടു കൂടി ചോദിക്കുകയാണ്. ആണോ, അത് കൊള്ളാമല്ലോ, വല്ലവന്റെയും സ്ഥലം കയ്യേറി ഹോട്ടൽ നടത്തിയിട്ട് ഇപ്പോ അറിവില്ലായ്മ കാണിക്കുന്നു. ഈ സ്ഥലത്തിന്റെ അവകാശം നിങ്ങൾക്കാർക്കെങ്കിലും പതിച്ചു തന്നിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയ്. ശാരദാമ്മ പറയാണ്, ഇത് വേറെ ആരുടെയും സ്ഥലമല്ല, ഇത് ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. പകൽ അധ്വാനിച്ച് ഉറക്കമൊഴിച്ചും അരിയാട്ടിയും ഉഴുന്നാട്ടിയും 4 പെണ്ണുങ്ങളുടെ വിയർപ്പിലൂടെ സമ്പാദിച്ച ഭൂമിയാണിത്. വേറെ ആരുടെയും ആണെന്ന് പറയരുതേ മോനെ എന്ന് പറയുകയാണ് ശാരദാമ്മ. ന്യായം പറയാതെ അങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് ശാരദാമ്മയെ പിടിച്ചു തള്ളുകയാണ്. ശ്യാമയോടും ശാരികയോടും അവരെ ഒന്ന് തടയും മക്കളെ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അമ്മേ, ദൈവം ഒരാളും ഉണ്ടല്ലോ ഇതെല്ലാം കണ്ടോണ്ട് മുകളിൽ. ഈ ശാരദാമ്മയുടെ കരച്ചിലും പറച്ചിലും ഒക്കെ ദാസൻ ശ്രദ്ധിക്കുകയാണ്. ദാസൻ പറയുകയാണ്, ഈ ഏർപ്പാടിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. വിഷ്ണു ആശാനോട് ഒന്ന് പറഞ്ഞു കളയാമെന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ അടുത്തേക്ക് പോവുകയാണ് ദാസൻ. ദാസൻ ചെന്ന് വിഷ്ണുവോട് പറയുകയാണ്, വിഷ്ണു ആശാനെ, കുറച്ച് പെണ്ണുങ്ങളാണ് ഇവിടുത്തെ ഹോട്ടൽ നടത്തുന്നത്. അവരുടെ കണ്ണീരും കൈയും കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ സ്ഥലം അവരുടെ സ്വന്തമാണെന്നാണ് അവർ പറയുന്നത്. അതിലെന്തോ സത്യം ഉണ്ടോന്നൊരു തോന്നൽ. നേരം വിഷ്ണു പറയുകയാണ്, സത്യഭാമ, എന്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കണം. ഓടാന്നും പറഞ്ഞ് ദാസനെ പറഞ്ഞു വിടുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയും ഗോപാലകൃഷ്ണനെയുമാണ്. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, രാജേശ്വരി, എന്തിനാണ് വിളിച്ചത്? ദാ കുടിച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഫിൽറ്റർ കോഫിയാണ്. ഓ, സന്തോഷം. എത്ര നാളെ നീ ഇങ്ങനെ ഒരു കോഫി കൊണ്ടുവന്ന് തന്നിട്ട്?
രാജേശ്വരി പറയുകയാണ്, എനിക്ക് ആ കാഴ്ചയൊന്ന് നേരിട്ട് കാണണമായിരുന്നു. ആ ഹോട്ടൽ അടിച്ചു പൊളിച്ച് കൂര ഉൾപ്പെടെ നിലത്ത് വീഴുമ്പോഴുള്ള ശബ്ദമാണ് എന്റെ കാത് നിറയെ ഇപ്പോൾ. ഇപ്പോൾ അവിടെ പോയി നോക്കി നിന്ന എല്ലാവർക്കും സംശയം തോന്നും. ആ ഊള ചായക്കട മുഴുവനായി JCB കൊണ്ട് മാന്തിയെടുത്ത് മണ്ണിട്ട് മൂടിയിട്ടേ നിന്നെ ഞാൻ കാണിച്ചു തരൂ. അതാണ് ഈ ഗോപാലകൃഷ്ണൻ. മുൻപേ ഞാനത് തീരുമാനിച്ച കാര്യമാണ്. അന്നേരം ഗോപാലകൃഷ്ണന്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി വരികയാണ് ശാലിനി. പുറത്ത് വന്ന ശാലിനി വിളിക്കുകയാണ്, ഡോ ഗോപാലകൃഷ്ണ. ആ വിളി കേട്ട് പേടിച്ച് ഗോപാലകൃഷ്ണൻ പറയാണ്, അയ്യോ അവള് വന്നു. ആര്? അവള് തന്നെ, ശാലിനി. അവളുടെ ശബ്ദമാണ് കേട്ടത്. ശാലിനി വീണ്ടും പറയുകയാണ്, ഡോ ഇറങ്ങി വരാൻ. രാജേശ്വരി പറയുകയാണ്, അവള് വന്നെങ്കിൽ കരഞ്ഞു കാലു പിടിക്കാൻ ആയിരിക്കും. ചായക്കട ഒഴിപ്പിക്കാതെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറയാനായിരിക്കും. പേടിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശബ്ദം കേട്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നത്, ഇത് പ്രശ്നമാകുന്ന ലക്ഷണമാണ്. ശാലിനി പറയുകയാണ്, തന്നോടല്ലേ പറഞ്ഞത് ഇറങ്ങി വരാൻ ഡോ ഗോപാലകൃഷ്ണ എന്ന്. രാജേശ്വരി പറയുകയാണ്, അവൾ വിളിച്ചത് കേട്ടില്ലേ, ഡോ ഗോപാലകൃഷ്ണ എന്ന്. പേടിച്ച് വീണ്ടും ഗോപാലകൃഷ്ണൻ പറയാണ്, രാജി നീ ഒന്ന് ചെല്ല്, എന്താണെന്ന് നോക്ക്. രാജേശ്വരി പറയാണ്, അയ്യേ അത് നിങ്ങളുടെ മകളല്ലേ, നിങ്ങൾ തന്നെ ചെന്നാൽ മതി. ഗോപാലകൃഷ്ണൻ പറയാണ്, മോളൊക്കെ ശരി തന്നെ, പക്ഷെ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നിന്നെ കൊണ്ടേ പറ്റൂ. ഞാനായിട്ട് ഇത്രയൊക്കെ എത്തിച്ചില്ലേ, ഇനി എന്റെ പൊന്നൊന്ന് ഡീൽ ചെയ്യ്. പോയി ഒന്ന് നോക്ക് പ്ലീസ് പ്ലീസ് എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അതിനുശേഷം മുകളിലേക്ക് കയറി ഓടുകയാണ് ഗോപാലകൃഷ്ണൻ. പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് രാജേശ്വരി. ആരെയാടി നീ ഡോ ഡാ എന്നൊക്കെ വിളിക്കുന്നത്? ഡോ എന്ന് വിളിക്കുന്നത് അയാളെയാണ്, ആ ഗോപാലകൃഷ്ണനെ. നീ ഇപ്പോൾ ഡി എന്ന് വിളിക്കാൻ പോകുന്നത് നിങ്ങളെയാണ്, രാജേശ്വരിയെ. രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ഡാഡി എന്നാകും. എന്താടി തികഞ്ഞോ നിനക്കെന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം രാജേശ്വരി പറയുകയാണ്, ദേ മൂശാട്ടെ, എന്ത് അഹന്തയാടി നീ എന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് കാണിക്കുന്നത്? പെൺപിള്ളേർക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? അഹങ്കാരവും അഹന്തയും ഒക്കെ കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം അയാളെ ഇങ്ങ് വിളിക്ക്, ആ ഗോപാലകൃഷ്ണനെ. അതെ, സ്വന്തം തന്തയാണ് നീ പരിഹസിക്കുന്നത് എന്നോർത്തോണം. ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, ആരുടെ തന്ത? ജന്മം കൊടുക്കാൻ ഏത് നായ്ക്കും പറ്റും. ഇപ്പോൾ അത് നിന്റെ കാൽച്ചുവട്ടിലാണ്. അയാൾക്ക് ഞാനൊരു പുൽക്കൊടിയുടെ വില പോലും കൊടുത്തിട്ടില്ല. ജനിപ്പിക്കുന്നവരെ സംരക്ഷിക്കുന്നവരായിരിക്കണം അച്ഛനായാലും അമ്മയായാലും. അല്ലാത്തവരെ വെറും മൃഗങ്ങളാണ്, വെറും നായ് ജന്മങ്ങൾ. അയാളോട് അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്ന് ബഹളമുണ്ടാക്കുന്നത്? എന്ത് കാര്യത്തിനെന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. കാര്യമുണ്ട്. എന്റെ വീട്ടുമുറ്റത്തേക്ക് കുറെ എണ്ണത്തിനെ അഴിച്ചുവിട്ടേക്കുമല്ലേ? അതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് അയാളെ കൊണ്ട് മറുപടി പറയിക്കണം. ഡോ ഗോപാലകൃഷ്ണ ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് ശാലിനി. രാജേശ്വരി പറയുകയാണ്, ഗോപാലേട്ടൻ ഇവിടെ ഇല്ല, അയാൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളെ കൊണ്ട് ഞാൻ ഇന്ന് മറുപടി പറയിച്ചിട്ട് ഇവിടെ നിന്ന് പോകൂ. ഇത്രയും പറഞ്ഞ് അകത്തേക്ക് കയറാൻ ശാലിനി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ തോളിൽ കൈവയ്ക്കുകയാണ് രാജേശ്വരി. രാജേശ്വരിയുടെ കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഓടി വരികയാണ് ശ്യാമ. ശ്യാമ പറയുകയാണ്, ചേച്ചി ചേച്ചി ഒന്ന് പെട്ടെന്ന് വന്നേ, അവിടെ അഴിഞ്ഞാടുകയാണ് ഗുണ്ടകൾ. ചേച്ചി പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവർ നമ്മുടെ കട തകർത്ത് തീയിടും. ചേച്ചി ഒന്ന് വേഗം വാ എന്ന് പറയുകയാണ് ശ്യാമ. അന്നേരം ശാലിനി രാജേശ്വരിയോട് പറയുകയാണ്, ഞാൻ വീണ്ടും വരുന്നുണ്ടേ, നീ ഓർത്തു വെച്ചോ, അയാളുടെ പറഞ്ഞേക്ക് ഞാൻ അയാളെ വെറുതെ വിടില്ല എന്ന്. നീ വാടി എന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി പോവുകയാണ് ശാലിനി. അവർ പോയ ശേഷം രാജേശ്വരി പറയുകയാണ്, തീ കത്തി തുടങ്ങി, ഇനി ആളിപ്പടർന്നോളും, കത്തി ചാമ്പലാകാൻ. അവിടെ ഹോട്ടലിൽ സാധനങ്ങളെല്ലാം വാരി പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് വിഷ്ണുവിന്റെ കൂട്ടാളികൾ. പക്ഷെ ഇത് കണ്ട് ആകെ അവിടെ വിഷമിച്ചു നിൽക്കുകയാണ് ദാസൻ. അന്നേരം അവിടേക്ക് ശ്യാമയും ശാലിനിയും എത്തുകയാണ്. ശ്യാമ ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാ അവിടെ പോയി അത്രയും പ്രശ്നമുണ്ടാക്കിയത്? അത്രയും പ്രശ്നമല്ല മോളെ, ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. വിഷ്ണുവിന്റെ മുമ്പിൽ കൂടി തന്നെ ശാലിനി ശ്യാമയും പോകുന്നുണ്ട്. പക്ഷെ അവർ പരസ്പരം കാണുന്നില്ല. ശാരദാമ്മ അവരോട് പറയാണ്, അത് മാത്രം എടുത്തെറിയല്ലേ മോനെ, ദേവി പ്രസാദം ഒരുക്കുന്ന ഉരുളിയാണ്, പോതള്ളെ അവിടെ നിന്നും പറഞ്ഞെന്ന് ശാരദാമ്മയെ പിടിച്ച് തള്ളുകയാണ് അവർ. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, നിർത്തടാ. നിർത്താൻ എന്ന് പറയുമ്പോൾ വിഷ്ണു അത് ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ഹെൽമറ്റ് ജീപ്പിന്റെ മുകൾ ഭാഗത്ത് വെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. കമലിനോട് ചെന്ന് ശാലിനി ചോദിക്കുകയാണ്, എന്റെ വീട്ടിലാണോ നിന്റെയൊക്കെ ഗുണ്ടായുസം എന്ന് പറഞ്ഞ് കമലന്റെ കോളറിൽ പിടിക്കുകയാണ് ശാലിനി. ശാലിനിയെ അന്നേരം കണ്ട വിഷ്ണു അന്ന് മാർക്കറ്റിൽ വെച്ചുണ്ടായ കാഴ്ചകളൊക്കെ ആലോചിക്കുകയാണ്. ഇത് ഇവളുടെ വീട്ടിലാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത് ഇവളുടെ വീടാണെന്ന്. വേറൊരുത്തന്റെ വീട്ടിലെ സ്ഥലം കൈയേറിയിട്ടാണോ നിന്റെ അട്ടഹാസം എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് തള്ളുകയാണ് വേറൊരാൾ. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, വേറൊരുത്തന്റെ ഈ സ്ഥലം കൈയടക്കി വെച്ചിട്ടില്ലടോ. എന്താ ഞങ്ങൾ കൈയടക്കി വെച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ നിനക്ക് കാണിച്ചു തരാം, എന്നാൽ കാണിക്കടി എന്ന് പറയുകയാണ് കമലൻ. നേരം ദാസൻ പറയുകയാണ്, എന്റെ ഭഗവാന്, ഇവൻ കഥ അറിയാതെ ആട്ടം കാണുവാണല്ലോ. അത്രയും പറഞ്ഞ് വലിച്ചു വാരിയിട്ടിരിക്കുന്ന സാധനങ്ങളുടെ ഇടയിൽ നിന്നും ചിരവയെടുത്ത് അവർക്ക് നേരെ ഓങ്ങുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.